വെറും 24 മണിക്കൂറിൽ 80 വർഷത്തിനിടയിൽ സംഭവിക്കാത്തത് ഇന്ത്യ ചെയ്തു. US ആവശ്യമില്ലാത്ത ഒരു ബദൽ വ്യാപാര സംവിധാനം നമ്മൾ നിർമ്മിച്ചു. ലോക സമ്പദ് വ്യവസ്ഥ ഇനി ഒരിക്കലും പഴയ പോലെ ആവില്ല. വെറും ഒരൊറ്റ മൂവ് കൊണ്ടാണ് US ബൈപ്പാസ് ചെയ്ത് രൂപ മുന്നേറാൻ തുടങ്ങിയത്. ഇന്ത്യ ആഗോള വ്യാപാര നിയമങ്ങൾ മാറ്റിയെഴുതിയിരിക്കുന്നു. 2025 ഓഗസ്റ്റ് 5 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു. ഇത് വരും കാലങ്ങളിൽ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി അറിയപ്പെടും. ഇതുവരെ ഇന്ത്യയോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപാരം നടത്താൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം പേയ്മെന്റുകൾ മിക്കവാറും എല്ലായ്പ്പോഴും US നടന്നിരുന്നത്. ഇതുകൊണ്ട് ഉയർന്ന ചെലവുകൾ, കൺവേർഷൻ ചാർജുകൾ, ഫോറക്സ് ചാർജുകൾ, ഏറ്റവും പ്രധാനമായി അമേരിക്കയെ ആശ്രയിക്കൽ എന്നിങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ഒരു സൂപ്പർ ഷോർട്ട് കട്ടാണ് ഇതിനെതിരെ നിർമ്മിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിന് പകരം രൂപയിൽ വ്യാപാരം നടത്താൻ സമ്മതിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം വന്ന കണക്കുകൾ അമ്പരപ്പിക്കുന്നതാണ്. ഇതിനകം ഇന്ത്യയുടെ വ്യാപാരത്തിൽ US പങ്ക് 85% നിന്നും 72% കുറഞ്ഞു. 30 രാജ്യങ്ങളിലായി 156 പരം അക്കൗണ്ടുകൾ ഇതിനകം സ്റ്റാർട്ട് ചെയ്തു. 1.34 ലക്ഷം കോടി രൂപയുടെ വ്യാപാരം ഇതിനകം നടന്നു കഴിഞ്ഞു. രൂപയിൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിനാൽ ഫോറക്സ് ചാർജസ് ഇല്ല. അതിലൂടെ കോടിക്കണക്കിന് ഡോളേഴ്സ് നമുക്ക് ലാഭിക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഇത് സാധിച്ചത്? മുൻപ് ഇന്ത്യൻ റുപ്പി അക്കൗണ്ടുകൾ തുറക്കാൻ വിദേശ ബാങ്കുകൾക്ക് 6 ആഴ്ചയോളം സമയം വേണമായിരുന്നു. എന്നാൽ ഇപ്പോൾ വെറും 24 മണിക്കൂർ മാത്രം മതി. എങ്ങനെയാണ് ഇതുമൂലം ഡോളറിനെ ബൈപ്പാസ് ചെയ്യുന്നത്? 1. ഒരു വിദേശ ബാങ്ക് ഇന്ത്യയിൽ ഒരു റുപ്പി അക്കൗണ്ട് തുറക്കുന്നു. 2. ആ രാജ്യത്തെ ബയേഴ്സ് അല്ലെങ്കിൽ കച്ചവടക്കാർ ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഡോളറിന് പകരം രൂപ വെച്ച് പേ ചെയ്യുന്നു. അതായത് വിൽപ്പനക്കാർക്ക് നേരിട്ട് പണം രൂപയായിട്ട് തന്നെ ലഭിക്കുന്നു. എവിടെയും ഡോളർ ഇൻവോൾവ് അല്ലാത്തത് കൊണ്ട് അമേരിക്കയ്ക്ക് 10 പൈസ പോലും ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ രൂപയിൽ ട്രാൻസാക്ഷൻ നടത്താൻ സമ്മതിച്ചിരിക്കുന്നത്? റഷ്യ, UAE, ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, മൗറീഷ്യസ്, എന്തിന് ഫിജിയും ബോട്സ്വാനയും വരെ ഇതിൽ ഉൾപ്പെടുന്നു. അതായത് വലിയ പ്ലേയേഴ്സിൽ തുടങ്ങി ചെറിയ രാജ്യങ്ങൾ വരെ രൂപയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക തന്നെയാണ് പരോക്ഷമായി രൂപയെ വളരാൻ അനുവദിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2022 US റഷ്യയെ ഉപരോധിക്കുകയും ഡോളർ വഴിയുള്ള വ്യാപാര ചാനലുകൾ അടക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ ഇടപെട്ടു. ഡോളറിൽ പണം നൽകുന്നതിന് പകരം ഇന്ത്യ റഷ്യൻ എണ്ണ രൂപയിൽ വാങ്ങാൻ തുടങ്ങി. ഇതുമൂലം ഇന്ത്യക്ക് കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭിക്കാൻ സഹായിച്ചു എന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ വിജയകരമായി രൂപ വ്യാപാര കറൻസിയാക്കാൻ കഴിയുമെന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിച്ചു. ഈ ഒരു നീക്കം പണത്തിന് വേണ്ടിയല്ല, പക്ഷേ ഒരു ഗ്ലോബൽ സൂപ്പർ പവർ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇത് ഇന്ത്യയെ സഹായിക്കും. 1944 മുതൽ പതിറ്റാണ്ടുകളായി US ഉപയോഗിച്ച് അമേരിക്ക അവരുടെ ആധിപത്യം ലോകത്തിന് മുന്നിൽ പലയിടങ്ങളിൽ സ്ഥാപിച്ചു. ഉപരോധങ്ങൾ, എണ്ണ വ്യാപാരം, ആഗോള ധനകാര്യം എന്നിവ നിയന്ത്രിക്കാൻ അമേരിക്ക ഈ ആധിപത്യം ഉപയോഗിച്ചു. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ലോകത്തിന് ഒരു ബദൽ സംവിധാനം വാഗ്ദാനം ചെയ്യുന്നു. രൂപ ലോകത്തിന്റെ റിസർവ് കറൻസി ആകുമോ? ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുഴുവനായി ഡോളർ ഇല്ലാത്ത ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് മാറാൻ സാധിക്കുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമന്റ് ചെയ്യുക. ഇതിനെതിരെ US എന്ത് മറുപടിയാണ് കൊണ്ടുവരുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ഇന്ത്യക്ക് ഇതൊരു അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ്. ആദ്യമായി ലോകം നമ്മുടെ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യൻ രൂപ ഒരു ഗ്ലോബൽ സ്റ്റേജിലേക്ക് കടക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ഷെയർ ചെയ്യുക. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.